നമസ്കാരം. ഇപ്പോൾ ധാരാളം പ്രായമായ സ്ത്രീകൾ അവരുടെ ജീവിത രീതിയെ തന്നെ മാറ്റി മറിക്കുന്ന രൂപത്തിലുള്ള ഒരു കാര്യം കേരളത്തിൽ സംഭവിക്കുന്നുണ്ട്. അത് ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചാണ്. അവർക്ക് പല ഘട്ടങ്ങളിൽ എല്ലാ ദിവസവും അമ്പലങ്ങളിൽ മിക്കവാറും മുഴുവൻ സമയവും ഇരിക്കാവുന്ന തരത്തിലുള്ള പല 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 പരിപാടികൾ ക്രമീകരിക്കപ്പെടുകയാണ്. അതിന് രാവിലെ അവിടെ ചെന്നാൽ പ്രാതൽ കിട്ടും, ഉച്ചയ്ക്ക് സദ്യയുണ്ട്, വൈകുന്നേരത്തെ ഭക്ഷണം ചായയുണ്ട്, രാത്രി ഭക്ഷണമുണ്ട്. ഇങ്ങനെ അമ്പലത്തിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു വിഭാഗത്തിന് മുഴുവൻ ജീവിക്കാൻ കഴിയുന്ന സൗകര്യങ്ങൾ ഉണ്ടാക്കുകയാണ്. അതുപോലെ തന്നെ ഇവർക്ക് പെട്ടെന്ന് പറഞ്ഞു തീർത്തോടെ, ഇവർക്ക് ദീർഘയാത്രകൾ പല അമ്പലങ്ങളിലേക്ക്, അതെല്ലാം ചെറിയ പൈസയ്ക്ക് പോകാനും കഴിയുന്നു. അപ്പൊ ഇങ്ങനെ ഒരു ജീവിതത്തിൽ അമ്പലത്തിലേക്ക് പോവുക എന്നത് മാത്രമാണ് ജീവിത രീതി എന്ന് ചുരുക്കുന്നു. ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് ഒരേ വിശ്വാസമുള്ള ആളുകളുടെ കൂട്ടായ്മ മാത്രമായി ഒരുങ്ങുന്നു. അത്രയും പറഞ്ഞാൽ നിർത്താം. ഒറ്റ കാര്യം കൂടി അവസാനമായി, ഈ പറയുന്ന നന്ദഗോവിന്ദ ഭജൻസ് ഉണ്ടല്ലോ, അവരോട് അനാദരവ് തോന്നുകയാണെന്ന് കരുതരുത്. അവർ പാടുന്നുണ്ട്, പക്ഷെ ആ പാട്ട് പോരാ, കുറച്ചുകൂടെ നന്നായി സംഗീതം അഭ്യസിക്കണം. ലക്ഷ്മി പത്മ, എന്താണല്ലേ ആ വേണു ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ മാപ്രയുടെ ക്രിമികടി ഒന്ന് ആലോചിച്ച് നോക്കി. ക്ഷേത്രത്തിൽ എന്തോ തീവ്രവാദ ക്യാമ്പ് നടക്കുന്ന പോലെയാണ് അയാൾ അത് പറഞ്ഞു വെക്കുന്നത്. എന്താണ് പറഞ്ഞു വെക്കുന്നത്? സ്ത്രീകൾ, പ്രത്യേകിച്ച് ഒരു പ്രായം കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾ, അവർ സ്ഥിരമായി ക്ഷേത്രത്തിൽ തന്നെ വരാനുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ ഒരുക്കി വെക്കുന്നു. അവിടെ രാവിലെ പ്രാതലുണ്ട്, ഉച്ചയ്ക്ക് ഭക്ഷണമുണ്ട്, വൈകുന്നേരവും ഭക്ഷണമുണ്ട്. ഇനി ദീർഘദൂര യാത്ര, തീർത്ഥാടനമൊക്കെ നടത്താനാണെങ്കിലും വലിയ മുതൽ മുടക്കൊന്നുമില്ലാതെ, അല്ലെങ്കിൽ ചിലവൊന്നുമില്ലാതെ ഒന്നിച്ചു പോയി വരാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കുന്നു. അതിൻ്റെ പിന്നിൽ ചില അജണ്ടകളൊക്കെ ഉണ്ട് എന്നാണ് ഈ മാധ്യമ കൊഞ്ഞാണൻ പറഞ്ഞു വെക്കുന്നത്. എന്താ വല്ല തീവ്രവാദ ക്യാമ്പ് നടത്തുന്നുണ്ടോ ഏതെങ്കിലും ക്ഷേത്രത്തിൽ? ഘോരഘോരം പറയുന്നുണ്ടല്ലോ അതെന്തോ അജണ്ടയാണെന്ന്. അജണ്ടയാണെങ്കിൽ തന്നെ എന്താ ഇതൊന്നും ഹിന്ദുവിന് പാടില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയോ. ഒരു തെരഞ്ഞെടുപ്പിന് തലേ ദിവസമോ അല്ലെങ്കിൽ തലേൻ്റെ ദിവസമോ അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഞായറാഴ്ചയോ അല്ലെങ്കിൽ വെള്ളിയാഴ്ചയോ ക്രിസ്തീയ വിശ്വാസികളും അതുപോലെ തന്നെ മുസ്ലിം വിശ്വാസികളുമൊക്കെ അവരുടെ ആരാധനാലയത്തിൽ ഒന്ന് ചേരാറുണ്ട്. അപ്പോൾ ക്രിസ്ത്യൻ വിഭാഗങ്ങൾ എല്ലാവരുമല്ല, ചിലരൊക്കെ കൃത്യമായും ഇടയലേഖനം ഇറക്കാറുണ്ട്. ഇടയലേഖനത്തിന് എന്താണ് എന്ന് വായിക്കാറുണ്ട്. ചിലരൊക്കെ അവരുടെ ഇടവകയുടെ കീഴിലുള്ള മഠങ്ങളിലേക്കൊക്കെ ഫോൺ വിളിച്ചും അല്ലാതെയും പറയാറുണ്ട്, ഇന്ന ആൾക്ക് മാത്രമേ വോട്ട് കുത്താവൂ എന്ന്. അതുപോലെ തന്നെ കൃത്യമായും ഞായറാഴ്ചകളിൽ പള്ളിയിൽ വരാത്ത ആളൊക്കെ ആണെങ്കിൽ കല്യാണം കഴിക്കാനോ അല്ലെങ്കിൽ വീട് വെഞ്ചരിപ്പിനോ അല്ലെങ്കിൽ അതുപോലുള്ള ചടങ്ങിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, ഫൈനുണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇനി പള്ളിയിൽ പോകുമ്പോൾ, മുസ്ലിം പള്ളിയിൽ പോകുന്ന, മോസ്കിൽ പോകുന്നവരാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ ഒരുപാട് കൂട്ടായ്മകളുണ്ട്. അവിടുത്തെ പള്ളിയിലെ ആ പുരോഹിതനോ അല്ലെങ്കിൽ ഉസ്താദോ മുക്രിയോ ആരാണോ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾ, അയാൾ പറയുന്നത് നിങ്ങൾക്ക് ഒന്നും എതിർത്തൊന്നും പറയാതെ കേട്ടോണ്ടിരിക്കേണ്ടി വരും. ചിലപ്പോൾ ചില വ്യക്തികൾക്ക് വോട്ട് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് ചെയ്യേണ്ടി വരും. എതിർക്കുന്നവരും കണ്ടേക്കാം, പക്ഷേ അത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അങ്ങനെ രാഷ്ട്രീയത്തിലും സാമൂഹികമായിട്ടുമൊക്കെ ഇടപെടൽ നടത്താനും തങ്ങളുടെ കൂട്ടത്തിലുള്ളവരെ നിയന്ത്രിക്കാനുമൊക്കെ പറ്റുന്ന ഒരു സമൂഹം അല്ലെങ്കിൽ ഒന്നിലധികം സമൂഹങ്ങൾ ഈ കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ ഉണ്ട്. ഇവരുടെ ഇടയിൽ തന്നെയാണ് ബാക്കിയുള്ള ഹൈന്ദവരായിട്ടുള്ളവരും ജീവിക്കുന്നത്. അവർ വളരെ നിരുപദ്രവകരമായിട്ട് അവരുടെ ക്ഷേത്രം കേന്ദ്രീകരിച്ചു അവിടെ വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നു, അന്നദാനം കൊടുക്കുന്നു. അന്നദാനത്തെക്കാളും വലിയ മഹത്വമായിട്ടുള്ള കാര്യമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. വലിയൊരു കാര്യമാണ് ക്ഷേത്രങ്ങളിൽ നടക്കുന്നത്. ഒരു പ്രായം കഴിഞ്ഞ സ്ത്രീകൾക്കാണ് എന്ന് പറയുമ്പോൾ തന്നെ ഒന്ന് ഓർത്ത് നോക്കുക. ഒരുപക്ഷെ മക്കളെ ഒന്നും ആശ്രയിക്കാതെ വന്നിരിക്കാനും ക്ഷേത്രത്തിൽ വന്നിരുന്നു കഴിഞ്ഞാൽ 3 നേരം ഭക്ഷണം കിട്ടുമെങ്കിൽ അതൊരു വലിയ കാര്യമല്ലേ? അതിൻ്റെ പിന്നിൽ എന്തോ അജണ്ട ഉണ്ടെങ്കിൽ കണക്കായിപ്പോയി. ആ അജണ്ടയ്ക്ക് എന്താണ് കുഴപ്പം? അവിടെ തീവ്രവാദ ക്യാമ്പൊന്നും നടക്കുന്നില്ല, അവിടെ ബോംബെറിയാനും വെടിവെക്കാനും ആരെയും പഠിപ്പിക്കുന്നില്ല. ഇനി അവർ ഭക്തിമാർഗത്തിലായിട്ടാണ് പോകുന്നതെങ്കിൽ തനിക്കൊക്കെ എന്തിൻ്റെ ക്രിമേഡിയാണ്? ആയിക്കോട്ടെ, ഇവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അവരെ കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അവർ തീർത്ഥയാത്ര പോകുന്നെങ്കിൽ പോവട്ടെ. അതോ ഇനി അതൊക്കെ ചെയ്തു കൊടുക്കുന്നത് RSSO അല്ലെങ്കിൽ അവരോട് അനുവദിച്ചുള്ളവർ ആയതുകൊണ്ട് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവർക്ക് വോട്ട് കിട്ടുന്നതാണ് നിങ്ങളുടെ വിഷയമെങ്കിൽ, ഇച്ച് ഗാർഡ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, ചൊറിച്ചിന് നല്ലതാണ്, അത് മേടിച്ചെങ്കിൽ തേച്ചാൽ മതി എന്നേ ഈ വേണു ബാലകൃഷ്ണനോട് പറയാനുള്ളൂ. ഇയാളെപ്പറ്റി ഞാനല്ല, സിനിമാ നടനൊക്കെ ആയിട്ടുള്ള ദിലീപ് തന്നെ പണ്ട് പറഞ്ഞിരിക്കുന്നത് ഇയാൾക്ക് ഈ മാധ്യമ പ്രവർത്തനമൊന്നുമല്ല, ഇയാൾക്ക് വേറെ എന്തോ ഊട്ടുപണി എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ എന്തായാലും പറയുന്നില്ല. പക്ഷേ ഇത്തരം ചില കാര്യങ്ങൾ ഇയാളൊക്കെ എന്തോ വലിയ കാര്യമായിട്ടിരുന്ന് പറയുമ്പോൾ നമുക്കും ഇയാൾക്ക് ആ പണി അതുതന്നെയാണ് എന്ന് തോന്നിപ്പോകുന്നു. കാരണം ആർക്കും ഉപദ്രവമില്ലാത്ത, സമൂഹത്തിനോ രാജ്യത്തിനോ തൻ്റെ അയൽക്കാരന് പോലും ഉപദ്രവമില്ലാത്ത ചില കാര്യങ്ങൾ ക്ഷേത്രത്തോടനുബന്ധിച്ച് നടക്കുമ്പോൾ ഇത്രയും കൊട്ടിക്കൊഴിച്ച് ചർച്ച ചെയ്യാനും പറയാനും വേണ്ടി ഒന്നുമില്ല ഇവിടെ. ഒന്ന് ഓർത്ത് നോക്കൂ, വിദ്യാസമ്പന്നരാണ് എന്ന് സമൂഹം പൊതുവെ കരുതപ്പെടുന്ന ഡോക്ടർമാരും എഞ്ചിനീയർമാരും വരെ ബോംബും കൊണ്ടുപോയിട്ട് പൊട്ടിത്തെറിച്ച ആളുകളെ കൊല്ലുന്നു. പിന്നീട് തുണി പൊക്കി നോക്കിയിട്ട് മുസ്ലിം അല്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷം കലിമ ചൊല്ലാൻ പറയുകയും ചെയ്തതിന് ശേഷം വെടിവെച്ച് കൊല്ലുന്ന ഒരു രാജ്യത്ത് വളരെ നിരുപദ്രവകരമായിട്ട് അമ്പലങ്ങളിൽ സ്ത്രീകൾ പോകുന്നു. അവിടെ രാവിലെ ഭക്ഷണമുണ്ട്, ഉച്ചയ്ക്ക് ഭക്ഷണമുണ്ട്, വൈകിട്ട് ഭക്ഷണമുണ്ട്, ഒരു കൂട്ടായ്മ രൂപപ്പെടുന്നു, ഭക്തി ഉണ്ടാവുന്നു, കൃത്യനിഷ്ഠയോടെ ആളുകൾ പല കാര്യങ്ങളും ചെയ്യുന്നു, അവരുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്നു. അതിനൊപ്പം തന്നെ അവർ തീർത്ഥാടനമായിട്ട് മറ്റ് ആരാധനാലയത്തിൽ, അതായത് ഹൈന്ദവ ക്ഷേത്രങ്ങളിലും മറ്റുമൊക്കെ പോകുന്നു. ഇത്തരം കാര്യങ്ങൾ നടന്നാൽ എന്താണ് കുഴപ്പം? ഒരു അടുക്കും ചിട്ടയും ജീവിതത്തിന് തന്നെ ഒരു ലക്ഷ്യബോധവും ഒക്കെ വരികയല്ലേ ചെയ്യുന്നത്. അതിൽ നെഗറ്റീവ് പറയാനായിട്ട് ഒന്നുമില്ല. ഈ പറയുന്നവരൊന്നും ഒരു സൺഡേ സ്കൂളിനെ പറ്റി പറയില്ല,
വെള്ളിയാഴ്ചത്തെ ജുമാ നമസ്കാരം കഴിഞ്ഞിട്ടുള്ള ഇവിടെ ഈ രാജ്യത്തെ പല പ്രതിഷേധങ്ങളും തുടങ്ങുന്നത് വെള്ളിയാഴ്ചത്തെ ജുമാ നമസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ്. ഈ ജുമാ കഴിഞ്ഞതിന് ശേഷമാണ് പലപ്പോഴും ഒരു കൂട്ടായ്മ അവിടെ തീരുമാനം ഉണ്ടാകുന്നത് നമുക്ക് ഇന്നടത്ത് പോയിട്ട് പ്രതിഷേധിക്കാം. ഡൽഹിയിലൊക്കെ അത് സ്ഥിരമായിട്ട് കാണുന്നതാണ്. നമുക്കറിയാം പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള സമരങ്ങളിലും മറ്റുമൊക്കെ നമ്മളത് കണ്ടതാണ്. മുത്തലാഖ് വിഷയത്തിൽ വരെ നമ്മളത് കണ്ടതാണ്. എന്തിനു കൂടുതൽ പറയാൻ, കാശ്മീരിലെ ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞപ്പോൾ പോലും ഇവിടെ കേരളത്തിൽ വരെ പ്രതിഷേധമുണ്ടായിരുന്നു. അതൊക്കെ ഉണ്ടാവുന്നത് ഇതുപോലെ വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥനയും നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കൂട്ടമായിട്ടാണ്. കാരണം ആ സമയത്താണ് ഇവർക്ക് എല്ലാവരെയും കിട്ടുന്നത്. അങ്ങനെ പറഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്യിക്കുന്നത്. അതേപോലെ തന്നെ ഏത് വിഭാഗമായിക്കോട്ടെ, ക്രിസ്ത്യാനികളിലും ഏത് സഭയായിക്കോട്ടെ, അവർക്കും കൂട്ടായ്മകളുണ്ട്. ഞായറാഴ്ചകളിൽ അവർക്ക് മാത്രമായിട്ടുള്ള മറ്റ് മത്സരമില്ല. അവർക്ക് മാത്രമായിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനും ചില കാര്യങ്ങളിൽ തീരുമാനമൊക്കെ എടുക്കാനും പറ്റുന്നുണ്ട് അവരുടെ മത നേതാക്കൾക്ക്. അപ്പോൾ ഇതൊന്നും പാടില്ലാതെ ഈ ജാതിയുമായിട്ട് വിഭജിച്ച് തമ്മിത്തല്ലി മാത്രം ഹൈന്ദവർ കഴിയണം എന്നാണ് ഈ വേണുവിനെ പോലുള്ളവർ വിചാരിക്കുന്നതെങ്കിൽ ആ ചിന്ത തന്നെ 4 മടക്കി അങ്ങ് പോക്കറ്റിലേക്ക് വെച്ചേക്ക് എന്ന് ഏറ്റവും ലളിതമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്.